അമ്മേ, നമുക്ക് മുരളിയേട്ടന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അല്ല, ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. ഭാർഗവി അവിടെ ആക്കിയിട്ട് വന്നതല്ലേ, ഒന്ന് പോകാം. ഗൗരിയേച്ചി ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ലെന്നാ ദേവിയേച്ചി പറഞ്ഞത്. പോണം മോളെ. മാത്രല്ല, ദേവിയും നന്ദനൊക്കെ അവിടെ ഉണ്ടല്ലോ. കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ദേവിയുടെ കാര്യത്തിൽ നന്ദന്റെ തീരുമാനം എന്താന്ന് അറിയുകയും ചെയ്യാം. രാധികെ, എന്തായാലും ഇപ്പോഴങ്ങോട്ട് പോകണ്ട. എല്ലാരും കൂടി അന്വേഷിച്ച് ചെല്ലുമ്പോ ഗൗരിക്ക് വിഷമം കൂടും. ആ കുട്ടിക്ക് ഇപ്പൊ ആവശ്യം സമാധാനം. ഒരു രോഗിയാണെന്ന തോന്നലും സഹതാപം കാണിക്കലും ശരിയല്ല. പിന്നെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇതറിഞ്ഞ് അങ്ങോട്ട് വരും. അവർക്ക് മറുപടി കൊടുക്കുന്നത് തന്നെ വലിയൊരു ജോലിയാണ്. അല്ല, ദേവികയുടെ കാര്യം സംസാരിക്കണ്ടേ? അത് നന്ദൻ തീരുമാനിക്കട്ടെ. പിന്നെ ദേവി തീരെ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അവളുടെ ജീവിതത്തിൽ എല്ലാ കാലവും നമുക്ക് ഇടപെടാൻ പറ്റുമോ? എന്ന് പറഞ്ഞാ അവള് ചന്ദ്രത്ത് കയറിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണോ? അങ്ങനെയല്ല. കുറച്ച് ഉത്തരവാദിത്ത ബോധമൊക്കെ സ്വയം തോന്നണ്ടേ? പിണങ്ങിയാലേ ഉടനെ ഇവിടേക്ക് ഓടി വരണമെന്നുള്ള ചിന്ത ഉണ്ടാവുന്നതേ കുഴപ്പമാണ്. സ്വയം പരിഹരിക്കണം. ദേവിയുടെ കൂടെ നന്ദനുണ്ടല്ലോ. ഇനി അവളുടെ കാര്യം നന്ദൻ നോക്കിക്കോളൂ. മുരളി ഇവിടെ വന്നപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതെല്ലാം 100% ശരിയാ. നന്ദൻ ദേവികയുടെ ഭർത്താവ്. ഒരിക്കലും ഈ മാധവനെ പോലെ അവൻ ദേവിയെ കഷ്ടപ്പെടുത്തില്ല, ഉറപ്പാ. ഇന്നലെ അമ്മ പറഞ്ഞത് അച്ഛന്റെ മനസ്സിൽ കിടക്കുക. നല്ല വിഷമമുണ്ട്. ഞാനതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ഗതി വരരുതെന്ന് കരുതി പറഞ്ഞതല്ലേ. ശരിയാണ്. പക്ഷേ അച്ഛൻ ഇങ്ങനെ മാറിയില്ലേ? പഴയതൊന്നും അച്ഛനോട് പറയണ്ട, കേട്ടല്ലോ? എന്തായാലും നന്ദനെ വിളിച്ചു ചോദിക്കണം. ചന്ദ്രോത്ത് ഭാര്യയുമായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനും അവളും ഈ വീട്ടിലേക്ക് വരട്ടെ. ഇവിടെ കഴിയട്ടെ അവര്. ആശുപത്രിയിൽ ബില്ലടച്ച പൈസ നീ തിരികെ വാങ്ങണം. നാളെ ബാങ്കിൽ നിന്ന് എടുത്തേരാം. പ്രസവത്തിനായിട്ട് മാറ്റിവെച്ച കാശാ അത്. ആയിക്കോട്ടെ, കാത്തിരുന്നോ, ഞാൻ വാങ്ങാം. പക്ഷേ ഒരു കാര്യം, ഇനി എല്ലാത്തിനും ഒരു കണക്ക് ഞാൻ വെച്ചോളാം. അല്ലടാ, നല്ലൊരു തുകയായില്ലേ? ഇനിയൊരാവശ്യത്തിന് നീ ചെലവാക്കിക്കോ. ഇതിലിപ്പോ വേണ്ട. അതിലെന്തോ ഒരു ഇതെന്ന് നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കിപ്പോ മനസ്സിലായി. എന്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം എന്റെ അമ്മയുടെ കൈകൊണ്ട് സംഭവിച്ചതാ. അതിന്റെയൊക്കെ പേരില് ഞാൻ ആശുപത്രി ചെലവ് വഹിച്ചു എന്ന് മറ്റുള്ളവർ കരുതും. അങ്ങനെയാണോ? അതോ നിന്റെ മനസ്സിലും അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? എടാ, നമ്മൾ രണ്ടുപേരും കൂടപ്പുറപ്പുകളാണെന്നല്ലേ പലരും പറയാറ്. എന്റെ കൂടപ്പുറപ്പിന് വേണ്ടി ഞാൻ ചെലവാക്കി. ഞാനത് തിരിച്ചു വാങ്ങില്ല.